വ്യവസായ മന്ത്രി പി രാജീവിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനവുമായി കിറ്റെക്സ് MD സാബു ജേക്കബ്. കേരള സർക്കാരും LDFും ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ഒന്നിച്ച് കിറ്റെക്സിനെ ആക്രമിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഒരു ചെറിയ നിയമലംഘനം പോലും ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. സഹികെട്ടാണ് അന്ന് 3500 കോടി രൂപ കേരളത്തിൽ നിന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും നിക്ഷേപിക്കാൻ തീരുമാനിച്ചത്. കേരളം ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ്. അത് ആരുടെയും പിതൃസ്വത്തല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. രാജീവ് പറയുന്നത് കേട്ടാൽ തോന്നും കേരളം അവരുടെ സ്വത്താണെന്ന്. മനസമാധാനം കിട്ടാൻ അവനവൻ തന്നെ വിചാരിക്കണമെന്ന മന്ത്രി രാജീവിന്റെ പ്രതികരണത്തിനും സാബു മറുപടി പറഞ്ഞു. മനസമാധാനം കിട്ടണമെങ്കിൽ ഞാൻ വിചാരിക്കണം എന്ന് പറയുന്നിടത്ത് വലിയൊരു അർത്ഥമുണ്ട്. വേണ്ടപ്പെട്ടവരെ വേണ്ട പോലെ കണ്ടാൽ എനിക്കും മനസമാധാനം ഉറപ്പാണ്. അത് എനിക്കും അറിയാം. അങ്ങനെ ഒരു മനസമാധാനം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന് ആരുടെയും ഔദാര്യം എനിക്ക് ആവശ്യമില്ല. ഇത് രാജീവിന്റെ പണമോ LDFിന്റെ ഔദാര്യമോ പിണറായിയുടെ പണമോ അല്ല. അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്താണത്. അത് എപ്പോൾ നിർത്തണം, എപ്പോൾ പോകണം എന്ന് ഞാൻ തീരുമാനിക്കും. ഇടതുമുന്നണി ഈ പ്രസ്ഥാനത്തെ അടച്ചുപൂട്ടാനായി 565 ദിവസമാണ് സമരം നടത്തിയത്. അവസാന ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശമനുസരിച്ച് സമരം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോവുകയായിരുന്നെന്നും സാബു ജേക്കബ് കൂട്ടിച്ചേർക്കുന്നു. അതേസമയം കിറ്റെക്സിനെ ആന്ധ്രാപ്രദേശിലേക്ക് ക്ഷണിക്കാനായി ടെക്സ്റ്റൈൽ മന്ത്രി S സവിത നേരിട്ടെത്തിയിരുന്നു. ആന്ധ്രയിലേക്ക് പോകുമെന്ന് കിറ്റെക്സ് ഗ്രൂപ്പ് MD സാബു ജേക്കബ് ഉറപ്പു നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മന്ത്രി കിറ്റെക്സിൽ എത്തിയത്. കിഴക്കമ്പലത്തെ കിറ്റെക്സിന്റെ ആസ്ഥാനവും മന്ത്രി സന്ദർശിച്ചു. സന്ദർശനം വളരെ തൃപ്തികരമായിരുന്നെന്നും അവർ അറിയിച്ചു.